ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ ഒരു നിൽക്കാൻ സുഖമുള്ള ക്ലൈമറ്റ് ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് എൻ്റെ കൃഷിയൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാണെന്ന്. അപ്പം തക്കാളിയൊക്കെ ഞങ്ങൾ ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. കുറേയൊക്കെ സേറമൂൾ അവിടെ പറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇനി 1-2 ദിവസത്തേക്കുള്ള പച്ചക്കറിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നോക്കി, ഇതാണ് ബോട്ടിൽ ഗാർഡ് അല്ലെന്ന് തോന്നുന്നു. ഇത് മത്തൻ്റെ തന്നെ ചെറിയൊരു സൈസ് ആണ്. മത്തൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുണ്ടല്ലോ, ഇത് വളർത്തിയെടുക്കാൻ പെട്ടെന്നാണ്. നമുക്ക് മത്തൻ പോലെ ഒരുപാട് അങ്ങനെ വലുതാവുകയില്ല ഈ സാധനം. ഇങ്ങനെ കുറ്റിയായിട്ട് തന്നെ നിൽക്കും, പക്ഷെ ഒരുപാട് പിടിക്കുകയും ചെയ്യും. ഇത് ഞാൻ ഫസ്റ്റ് ടൈം നടുന്നത് കൊണ്ട് ഇതിൻ്റെ കറക്റ്റായിട്ട് അതിനെ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ആദ്യമായിട്ട് വന്ന കാകളൊക്കെ ചെറുതായിട്ട് മോശമായിപ്പോയി. ഇപ്പം ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി അതെങ്ങനെയാണത് താഴെ വിട്ടല്ല പടുത്തേണ്ടത്, മത്തം പോലെ താഴെ വിട്ടിട്ടല്ല. ഇതൊരു ക്രീപ്പറാണ്. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ കമ്പൊക്കെ വെച്ച് കൊടുത്ത് കെട്ടിയെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു കായ് ഇവിടെ ഉണ്ട്, ഒരു കായ് ഇവിടെയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. കുറേ ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ടല്ലോ അത് തന്നെ. അപ്പം സെഹറമോളും ഉണ്ട് ഇന്ന് എൻ്റെ കൂടെ ഹാർവെസ്റ്റിങ്ങിന്. സെഹറമോൾ ഇങ്ങനെ കൂടെ നിന്നിങ്ങനെ ഓരോന്നൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പൂച്ചയുണ്ട്. ഇത് നമ്മൾ വളർത്തുന്ന പൂച്ചയൊന്നും അല്ല, പക്ഷേ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇയാൾ എപ്പോഴും നമ്മുടെ കൂടെ കാണും. അത് ക്യാപ്സിക്കം. അപ്പോൾ സെഹറമോൾ ഓരോന്നൊക്കെ എടുത്തിട്ട് എന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ബ്രോക്കലിയൊക്കെ വലുതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1-2 ഞാൻ പറിച്ചു. ഒരെണ്ണം ആരോ മുറിച്ചെടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആരാന്നറിയില്ല. ഇപ്പം കള്ളന്മാരെ കൊണ്ട് പച്ചക്കറി നിർത്താൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ അധികമൊന്നും ഞാനിപ്പോൾ ഇവിടെ നിർത്താറില്ല. പെട്ടെന്ന് തന്നെ ഒന്ന് പഴുത്ത് ചെറുതായിട്ടൊന്ന് ഇതായി കഴിയുമ്പോൾ തന്നെ ഞാൻ പറിച്ച് മാറ്റലുണ്ട്, അല്ലെങ്കിൽ കിട്ടില്ല. ഇതുകൊണ്ട് ഇത്രയും വലിയൊരു ബ്രോക്കലി ഇതുപോലൊരെണ്ണം ഞാൻ നിർത്തിയിട്ട് അത് ആരോ മുറിച്ചിട്ട് പോയി. ഈ ബ്രോക്കലി എനിക്കിങ്ങനെ പറിച്ച് ഫ്രിഡ്ജിൽ വെക്കുന്ന ഇഷ്ടമല്ല. അത് പിറ്റേന്നാകുമ്പോഴത്തേക്ക് ഒരുമാതിരി തളർന്ന് അതിൻ്റെ ക്രിസ്പിനെസ്സൊക്കെ പോകും. അപ്പോൾ അന്നേരം തന്നെ പറിച്ചിത് കറി വെക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ ഇവിടെ നിർത്തിയതാണ്. പക്ഷെ അപ്പോഴത്തേക്ക് ആരോ വന്നത് മുറിച്ചിട്ട് പോയി. വേണ്ടേ, ഇവൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇയാളിങ്ങനെ കാലിൽ ഉരുമി ഇങ്ങനെ നിൽക്കും. പക്ഷെ കുഴപ്പമില്ല, ആളുള്ളതൊരു രസമാണ്. ഒരു ബ്രോക്കലി വലുതായി ഇത് ഓരോന്ന് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് പറിക്കാനുള്ളത് കിട്ടും. ഈ ഇവിടുത്തെ ക്ലൈമറ്റ് മാറുന്നിടം വരെ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല, നമ്മളെ കൊണ്ട് കൂട്ടിയേ കൂടില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ബൈ.